മലപ്പുറം പൂക്കോട്ടൂരിൽ ചെരുപ്പ് കമ്പനിയിലുണ്ടായ തീയണച്ചു. മൈലാടിയിലുള്ള ചെരുപ്പ് കമ്പനിയിലാണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നടക്കമുള്ള ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, കഴിഞ്ഞ 4-5 മണിക്കൂറുകളായി ഈ തീ അണക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അഗ്നിരക്ഷാസേന. പക്ഷേ തീ ആളിക്കത്തുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചോ? സ്ഥിതിഗതികൾ കയ്യിലാണോ? അമൃത, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഈ കമ്പനി പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. കാരണം വലിയ തരത്തിൽ തീയാളി പടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ചെരുപ്പ് നിർമ്മാണ കമ്പനി ആയതുകൊണ്ട് തന്നെ ചെരുപ്പിൽ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും അതോടൊപ്പം തന്നെ നിർമ്മിച്ച ചെരുപ്പുകൾ ഉൾപ്പെടെ ഈ പ്ലാസ്റ്റിക്, റബ്ബർ ഉൾപ്പെടെയുള്ളവ ഉള്ള ഒരു ഭാഗമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്തി നശിച്ചു. ആദ്യഘട്ടത്തിൽ മലപ്പുറത്ത് നിന്ന് 2 ഫയർഫോഴ്സ് യൂണിറ്റാണ് എത്തിയത്. എന്നാൽ ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. മറ്റിടങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ജില്ലയിലെ മറ്റു ഇടങ്ങളിൽ നിന്ന് മഞ്ചേരി, പെരിന്തൽമണ്ണ, മീൻചന്ത, തിരൂർ, താനൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ നിന്നുള്ള പ്രത്യേക ഫയർ എഞ്ചിനും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വലിയ നാശനഷ്ടം കണക്കാക്കുന്നുണ്ടോ ജംഷീർ? അമൃത്, തീർച്ചയായിട്ടും കോടികളുടെ നാശനഷ്ടമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിന്റെ ഒരു കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല. നമ്മൾ കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ തീ അണച്ച് വരുന്നേ ഉള്ളൂ. ഇനി അവിടെ ചെന്ന് പരിശോധിച്ചതിന് ശേഷം അതിലൊരു കൃത്യമായ വിവരം നൽകാനാവൂ എന്നുള്ള ഒരു കാര്യം പറയും. കമ്പനി ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തീ അണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ മതിലും അതോടൊപ്പം തന്നെ മേൽക്കൂരയൊക്കെ പൊളിച്ചു നീക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഉൾഭാഗങ്ങളിലൊക്കെ തന്നെ തീ വലിയ തോതിൽ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ പുറത്തെ ഭാഗത്തെ തീയാണ് ഈ ഫയർഫോഴ്സ് എഞ്ചിനൊക്കെ കൊണ്ട് അണയ്ക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഉള്ളിൽ നിന്ന് തീ ആളിപ്പടരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ ഫയർഫോഴ്സിന്റെ ഈ വെള്ളം ഉള്ളിലേക്ക് തീറ്റിക്കാൻ കഴിയാത്തൊരു കാരണം മതിലും അതോടൊപ്പം തന്നെ ഷീറ്റുകളൊക്കെ വെച്ച് അടച്ചുറപ്പുള്ള ഒരു പ്രദേശമായിരുന്നു, ആ ഭാഗമായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആദ്യം JCB കൊണ്ടുവന്ന ഈ മതിലുകളെല്ലാം വെട്ടിപ്പൊളിച്ചതിന് ശേഷം, ഇപ്പോൾ മേൽക്കൂരകളെല്ലാം മാറ്റിയതിനു ശേഷമാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഫയർഫോഴ്സുകൾക്ക് വെള്ളം ചീറ്റിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, പിന്നീട് കരിപ്പൂരിൽ നിന്നുള്ള പ്രത്യേക ഫയർ എഞ്ചിൻ എത്തിച്ചു. അതിനും വെള്ളം മറ്റും അതോടൊപ്പം തന്നെ വെള്ളത്തിനൊപ്പം തന്നെ തീ നിയന്ത്രണ വിധേയക്കാൻ അല്ലെങ്കിൽ തീ അണയ്ക്കാൻ കഴിയുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനും സാധിച്ചത് ഇത്തരത്തിൽ ഈ മതിൽ പൊളിച്ച് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോഴാണ്. അങ്ങനെ മൊത്തത്തിൽ കമ്പനി പൂർണ്ണമായും തകർന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മെഷീനറികൾ, മറ്റു ഉൽപ്പന്നങ്ങൾ, മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ, നിർമ്മിക്കാൻ വേണ്ട സാധന സാമഗ്രികൾ ഏതാനും ദിവസം മുൻപാണ് അവിടെ കൊടുന്ന് ഇറക്കിയിരുന്നത്. അതെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഇനി ഇതെന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്ന് സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം തന്നെ വേഗത്തിൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. സമീപത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് തീ പടരാതിരുന്നതും വലിയ ഭാഗ്യമായ. ആ വീടിന് സമീപത്തുള്ള ഈ ഫാക്ടറിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം തീ ഉയർന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മലപ്പുറത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ആ ഭാഗങ്ങളിൽ നിന്ന് തീ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ തീ മറ്റു ഭാഗത്തേക്ക് പടരുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഫാക്ടറി ഉണ്ട്. അവിടെ ഈ സ്റ്റീൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലേക്ക് തീ പടരാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഫയർഫോഴ്സും മറ്റുമൊക്കെ വളരെ പണിപ്പെട്ട് അങ്ങോട്ടേക്ക് തീ പടരുന്നതും ഒഴിവാക്കാനായി എന്നുള്ളതാണ്. ഏതായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതേറെ ആശ്വാസകരവുമാണ്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.